സ്വാഗതം. സൈന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടി ടാരോയോട് ചോദിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എവിടെയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കറിയാം, എന്നാൽ നമ്മൾ ടാരോയോട് ചോദിക്കുകയാണ്. രണ്ട്, എവിടേക്കാണ് എനിക്ക് പോകേണ്ടത്, അത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ എനിക്കവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് കാർഡുകൾ നമ്മുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനായിട്ട് ബേസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. അതെന്താണ് നമുക്ക് നോക്കാം. എവിടെയാണ് ഞാനിപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു തുടക്കം നമുക്ക് അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഈ ദൈവികമായിട്ടുള്ള കൈയാണത്. ഇങ്ങനെ നമുക്കൊരു കോയിൻ നമുക്ക് യൂണിവേഴ്സിൽ നീട്ടുമ്പോൾ ഈ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു, നമ്മളൊരു പുതിയ വഴി തേടുന്നു എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇതാണ്. നമുക്കപ്പോഴും അറിയാമല്ലോ, നമ്മൾ ചോദിച്ചാൽ നമുക്കത് കിട്ടുന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് വഴി കാണിച്ചു തരുന്നുള്ളതാണ്. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ പറയും. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നിൽക്കുന്ന നല്ല എനർജിയിലാണ്. എവിടേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് ചോദിച്ചു. ഇത് വളരെ ഹൈ ആയിട്ടൊരു കാർഡായിരിക്കും. 6 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജയിച്ച് കുതിരപ്പുറത്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ 6 എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹൈ ആയിട്ടുള്ളതൊന്നുമല്ല. അതായത് ആളുകൾ നമ്മളെ ബഹുമാനിക്കണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കാൻ പറ്റണം. വോണ്ട് എന്ന് പറയുന്ന പാഷൻ്റെയാണ്. ബഹുമാനം, റെസ്പെക്റ്റ്, ഇത് നമ്മുടെ ഒരു പരിശുദ്ധമാണ്. ഈ കുതിര എന്ന് പറയുന്നത് മനസ്സിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആളുകൾ റെസ്പെക്റ്റ് ചെയ്ത് നമുക്ക് ജീവിക്കണം എന്നുള്ളതാണ്. ശരിക്കും പണം എന്നുള്ളത് പോലും അല്ല നമ്മുടെ ലക്ഷ്യം, ബഹുമാനവും ഇതുമാണ്. എങ്ങനെ ഇവിടേക്ക് എത്താം എന്നാണ് നമ്മൾ അടുത്തിട്ട് ആരോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോർഡ്സ് എന്നുള്ള കാർഡാണ്. അതായത് വാളെടുത്ത് വെട്ടാനല്ല പറയുന്നത്. വാൾ എന്ന് പറയുന്നത് ബുദ്ധിശക്തിയുടെ ചിഹ്നമാണ്. ബുദ്ധി നമുക്കറിയാമല്ലോ, നല്ല ബുദ്ധിയുണ്ട്, കുബുദ്ധിയുമുണ്ട്. അതുകൊണ്ടാണ് വാളിന് ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് വെച്ചത്. ഇതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് 6 തീനാളങ്ങൾ കാണാം. ഈ 6 തീനാളങ്ങൾ എന്ന് പറയുന്നത് ഈ ബോണ്ടിൻ്റെ ഇത് തന്നെയാണ്, സിംബോളിക്കായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി, ചിന്തകൾ, നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അതായത് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിശക്തി ഉപയോഗിച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റുന്നതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഈ സന്ദേശമാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കുക, ഇവിടേക്ക് നിങ്ങൾ എത്തട്ടെ, നിങ്ങളെല്ലാവരും ബഹുമാനിക്കട്ടെ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.